ദിവസം 1% മെച്ചപ്പെട്ടാൽ 1 വർഷം എവിടെ എത്തും എന്ന് അറിയാമോ? ഈ ചെറിയ രഹസ്യമാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് വലിയ വിജയങ്ങൾ വലിയ മാറ്റങ്ങളിൽ നിന്നല്ല, ചെറിയ ശീലങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കുന്നു. എന്താണ് ഈ 1% റൂൾ എന്ന് പറയാം. ദിവസം 1% ഇംപ്രൂവ് ചെയ്താൽ 1 വർഷത്തിൽ 37% വളർച്ച. അതായത് ചെറിയ കാര്യങ്ങൾ നിസ്സാരമല്ല എന്ന് സാരം. ഇനി ഹാബിറ്റ് എന്താണെന്ന് പറയാം. നീ എന്തു ചെയ്യുന്നു എന്നതല്ല, നീ ആരാണ് എന്ന് വിശ്വസിക്കുന്നു എന്നതാണ് ശീലം തീരുമാനിക്കുന്നത്. ഞാൻ പഠിക്കുന്ന ആളാണ്, ഞാൻ ഫിറ്റ്നസ് കെയർ ചെയ്യുന്ന ആളാണ് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഇനി ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതിനുള്ള 4 നിയമങ്ങളെപ്പറ്റി പറയാം. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് ഒബ്വിയസ്. അതായത് കാണാവുന്ന രീതിയിൽ ആയിരിക്കണം. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന ശീലങ്ങൾ കൂടുതൽ സ്വാഭാവികമാക്കാൻ പല വഴികളുണ്ട്. കൂടുതൽ വെള്ളം കുടിക്കണമെങ്കിൽ എന്നും രാവിലെ കുറച്ച് ബോട്ടിലുകളിൽ വെള്ളം നിറച്ച് വീട്ടിലെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ വയ്ക്കുക. പുസ്തകം വായിക്കുന്ന ശീലം വളർത്തണമെങ്കിൽ നമ്മൾ കാണുന്ന സ്ഥലത്ത് പുസ്തകങ്ങൾ വായിക്കുക. അതായത് ശീലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ അതിൻ്റെ സൂചന നിങ്ങളുടെ സാഹചര്യങ്ങളുടെ ഭാഗമാക്കുക. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അതായത് ആകർഷകമാക്കുക. ഒരു ശീലം നിങ്ങൾ തുടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനെ ആകർഷകമാക്കിയേ തീരൂ. ആഗ്രഹം നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന യന്ത്രമാണ്. ഓരോ കാര്യവും നമ്മൾ ചെയ്യുന്നത് അതിനു മുമ്പുള്ള പ്രതീക്ഷ കൊണ്ടാണ്. ആ ആഗ്രഹമാണ് നമ്മളെ പ്രതികരണത്തിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ശീലങ്ങൾ ആകർഷകമാക്കേണ്ടത് ഇതുകൊണ്ടാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനൊപ്പം ചേർത്ത് ചെയ്താൽ ആ കാര്യങ്ങൾ മനോഹരമാക്കാം. ഉദാഹരണത്തിന്, വീട് വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ പാട്ടുകൾ കേട്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ആസ്വാദ്യകരമായി ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യും. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് ഈസി. അതായത് എളുപ്പമാക്കുക. പോസിറ്റീവ് ആയ കാര്യത്തോടു കൂടി ബന്ധിപ്പിച്ച് ചെയ്താൽ ഏത് ബുദ്ധിമുട്ടായ ശീലവും ആകർഷകമായി മാറ്റാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഓടാൻ പോകണം എന്ന് പറയുന്നതിന് പകരം ശക്തിയും വേഗതയും കൂട്ടാനുള്ള സമയമായി എന്ന് പറയാം. അതായത് മനുഷ്യ സ്വഭാവം ഏറ്റവും എളുപ്പമായത് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. നാലാമത്തെ നിയമം എന്ന് പറയുന്നത് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ്. സംതൃപ്തി ഉള്ളതാക്കുക. മനുഷ്യൻ്റെ തലച്ചോറ് പെട്ടെന്നുള്ള ഫലങ്ങളെ ആസ്വദിക്കണമെന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു ശീലത്തിൽ തുടരണമെങ്കിൽ വേഗം പ്രതിഫലം കിട്ടുന്നു എന്ന തോന്നൽ ഉണ്ടാകണം. അത് ചെറിയ പ്രതിഫലം ആണെങ്കിൽ കൂടി ചെറിയ ഇംപ്രൂവ്മെൻ്റ് വരെ കലണ്ടറിൽ മാർക്ക് ചെയ്യുക. അത് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാകും. ബാഡ് ഹാബിറ്റ് എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ച് നോക്കാം. നമ്മുടെ ചുറ്റുപാടുകൾ മാറ്റുന്നതിലൂടെ നമുക്ക് ശീലങ്ങളും മാറ്റാൻ കഴിയും. ബാഡ് ഹാബിറ്റ് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ കഴിയില്ല. മൊബൈൽ ഫോൺ ദൂരത്തേക്ക് വയ്ക്കുന്നതിലൂടെയും പുസ്തകങ്ങൾ അടുത്തേക്ക് വയ്ക്കുന്നതിലൂടെയും ശീലങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ ജീവിതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.